ഞങ്ങൾ അവിടെ വണ്ടി നിർത്താതെ പോയിട്ടില്ല, വണ്ടി നിർത്തിയിട്ടുണ്ട്, ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല, പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല, പെട്ടി തുറക്കാതിരുന്നിട്ടില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചു. ഇതുവഴി ഒരുപാട് വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ കടന്നു പോകുന്നുണ്ട്. അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ? അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി. ഇനിയിപ്പം നിങ്ങൾ വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും. പക്ഷേ ഇതുവരെ പരിശോധിച്ചായിട്ട് ഞങ്ങളാരും കണ്ടിട്ടില്ല. അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഡിക്കി തുറന്നു എൻ്റെ പൊന്നാളി, അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ മടിച്ചു എന്നല്ലേ നിങ്ങൾ പറയാ. പെട്ടി പുറത്തേക്ക് എടുത്തില്ല, ഡിക്കി മാത്രം തുറന്നു. ഡിക്കി അവർ നോക്കണം എന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവർ പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ട്? അപ്പോൾ അവർ പറഞ്ഞ് ഇനി പരിശോധിക്കാം എന്നുള്ളതാണ്. പിന്നെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞാൽ മാതൃകയായിട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ചു. പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അന്നി പോട്ടെ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ തന്നെ വെക്കണം. അത് കയർക്കുന്നത് ഇതുകൊണ്ടാണല്ലേ. ഞാൻ ഒരു സെക്കൻഡ്, അതിനെന്താ അറിയാ, ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ഞാൻ ചോദിച്ചല്ലോ, പെട്ടിക്കുള്ളിൽ എന്താണെന്നുള്ളത് അവർ പറയണ്ടേ, അവർ നോക്കണ്ടേ? അത് നോക്കാണ്ട് പെട്ടി കണ്ടിട്ട് ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്താ? പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം. ഇനി അത്ര ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു. അതിന് അവർക്ക് തന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല. ഇനിയിപ്പോൾ ഞാൻ എം പിയോട് എൻ്റെ വണ്ടി നിർത്തൂല എന്ന് ഞാൻ പറഞ്ഞു. എം പി ആണ് എൻ്റെ വണ്ടി അല്ലെങ്കിൽ MLA ആണ് ഡിക്കി തുറക്കൂല എന്ന് ഞങ്ങൾ പറഞ്ഞു. MP ആണ് ഞങ്ങളുടെ പെട്ടിമ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു, പെട്ടി തുറക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു. ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ? ഇതൊക്കെയാണല്ലോ. അതിൽ പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതൊരു ഇൻസൾട്ട് ചെയ്യാൻ ഇന്റൻഷൻ പരിശോധനയായിരുന്നെങ്കിൽ ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല. വളരെ സോഫ്റ്റായിട്ട് ഞാൻ തന്നെ അതെല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചു കൊടുത്തത്. പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പോൾ തന്നെ ഇനി പോട്ടെ, അപ്പം എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ പരിശോധനയാണെങ്കിൽ അത് അംഗീകരിക്കാം. ഇല്ല, തുറന്നപ്പോഴാ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയോ, പിന്നെന്താണെന്നറിയോ, പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പുറത്തേക്ക് വെച്ചിട്ടല്ലേ ഉള്ളിൽ എന്തുകൊണ്ട് തുറന്നില്ല എന്നായിരിക്കും അപ്പം നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ചിലപ്പോൾ അതായിരിക്കും ചോദിക്കുക. അപ്പൊ അത് വേണ്ടല്ലോ. എന്നിട്ട് ലാസ്റ്റ് ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കടക്കുന്നില്ല. പരിശോധനയായിരുന്നു ഇന്റൻഷനെങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയായിരുന്നു. പെട്ടി എല്ലാം പുറത്തേക്ക് എടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോൾ അവരെന്നെ എടുത്ത് നോക്കുമായിരിക്കും. അപ്പോൾ പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. ശരി ആയിക്കോട്ടെ. നമ്മൾ അല്ല ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. എന്തിനാ പരാതി? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇതൊക്കെ എല്ലാവരും കണ്ടല്ലോ വിഷ്വൽസ്. ഇതുവരെ ഉണ്ടായിരുന്ന പരിശോധന എന്തായിരുന്നു. ഇപ്പം മുതലെങ്കിലും പരിശോധിക്കട്ടെ. അതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല. ഞങ്ങൾ ഇനിയുള്ള ഒരു സെക്കൻഡ് ഇനിയുള്ള എല്ലാ പരിശോധനകളും ഒരു സെക്കൻഡ് ഞങ്ങളിതൊന്ന് പറഞ്ഞോട്ടെ. എന്തൊരു തിരക്കാ. ഞങ്ങൾ എല്ലാ പരിശോധനകളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാത്തിനും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട്. ജനങ്ങളോട് ഇപ്പോൾ നിങ്ങൾ പരാതി ഉണ്ടോ അതുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ജനങ്ങളോട് പറയാൻ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ പറയും. 7 ലക്ഷം ക്ഷേമനിധി പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കുറേ കാലമായിട്ട് പലതായിട്ട് തടഞ്ഞു വെച്ചിട്ടുണ്ട്. വിരമിക്കൽ ആനുകൂല്യം കൊടുത്തിട്ട് 7 വർഷമായി എന്നാണ് പറയുന്നത്. 3 ലക്ഷത്തിലധികം ആളുകളുടെ അതിൽ ചിലർ മരിച്ചു പോയിട്ടുണ്ടെന്ന് വരെ പറയുന്നു. ഇന്ന് നിങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകളാണ്. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധികൾ 16 മാസമായിട്ട് കുടിശ്ശികയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചൂരൽമലയിൽ കാർഷിക സഹകരണ ബാങ്ക് UDFൻ്റെ ഭരണസമിതി ഉള്ളപ്പം മുന്നോട്ട് വെച്ച വായ്പ എഴുതി തള്ളൽ, അതിന് രജിസ്ട്രാർ അനുമതി കൊടുക്കാതെ അത് തിരിച്ചയച്ചു എന്ന് പറയുന്നു. കുറേ ജനകീയ പ്രശ്നങ്ങൾ
ഈ പിന്നെ നിലമ്പൂരിൽ തുടർന്നും ചർച്ചയാവേണ്ടതുണ്ട്. ഞങ്ങളുടെ ഫോക്കസ് അതിലൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ പിന്നെ ഞങ്ങളും എടുപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ അറിയോ, അവരിൽ ആരാന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഞങ്ങൾ അവസാനം 1-2 വീഡിയോ എടുപ്പിച്ചു. കാരണം ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പരിശോധിച്ചതിൻ്റെ എന്തെങ്കിലും എഴുത്തേര് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പോൾ പിന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളത് അതിവിടെ ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റെക്കോർഡ് ചെയ്താൽ മാത്രം പോരല്ലോ. അപ്പം പിന്നെ വീഡിയോ എടുപ്പിച്ച് ആരാന്ന് അറിയില്ല, ചിലപ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ആയിരിക്കും. അവരത് പുറത്ത് വിട്ടിട്ട് ഒരു കോൺട്രവേഴ്സി ആക്കുക എന്നുള്ള ഉദ്ദേശം പിന്നെ അവർക്ക് ഹെൽപ്പുണ്ടായിരിക്കും. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞു. അതായത് എന്താ സംഭവിക്കുന്നത്, ഇപ്പം ശ്രീ ഷാഫി പറമ്പിൽ സൂചിപ്പിച്ചു. ഇപ്പം നമ്മളെ തുടക്കം തൊട്ട് വളരെ ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. വളരെ ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നിപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകർ എത്ര തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നത്? എപ്പോഴെങ്കിലും ഇവർ കൈ കാണിക്കാറുണ്ടോ? എത്ര ജനപ്രതിനിധികൾ, ഒന്ന് പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? ഇപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MP-യുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ, ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി, ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു, MP-യോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു, പെട്ടിയെടുത്ത് വെളിയിൽ വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളിയിൽ വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിങ് ആയിക്കോട്ടെ, അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ. രണ്ടായാലും ചെക്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയെടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറേ ആളുകളുണ്ട്. കുറേ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടതൊരു ഇൻസൾട്ട് തന്നെയാണ്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം. നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ. അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞ് അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലതുമാണ് കണ്ണിലുള്ളത്? കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ ലെൻസ് ഉണ്ടോ? ആ വിഷ്വൽസൊക്കെ തരാം. ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത്. അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് വളരെ ഇൻസൾട്ടിങ് ആയിരുന്നു. അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. അപ്പോൾ അതിനോട് സ്വാഭാവികമായ ഇറിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ട്. അപമാനിക്ക അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പരാതിയെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ട്. ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും, അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അല്ലാതെ ജനങ്ങൾ പാരിതോഷികം തരും, ജനങ്ങൾ പാരിതോഷികം കൊടുക്കും, ജനങ്ങൾ അതിൻ്റെ പാരിതോഷികം കൊടുക്കും. കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ്. അതൊരു ഇപ്പോൾ പറഞ്ഞല്ലോ, ഏതൊരു ഉദ്യോഗസ്ഥനും ഇത് ഇപ്പം ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുകളിലാണെന്നോ കോമൺ മാന് മുകളിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണമെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ സാധാരണ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒരാളുടെ വണ്ടി തടഞ്ഞു നിർത്തി പെട്ടിയെല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളെല്ലാം ഏറ്റവും സാധാരണക്കാരാണ്. എന്തിനാണ് അത് ചെയ്യുന്നത്? എന്തിനാണ് പെട്ടിയെടുത്ത് താഴെ വയ്ക്കാൻ പറഞ്ഞതിന് ശേഷം പരിശോധനയായിരുന്നെങ്കിൽ അവർക്ക് ആ പെട്ടി തുറന്നിട്ട് പൊക്കോളാൻ പറയാം. അതങ്ങ് പുറത്തേക്ക് എടുത്തു വെച്ചാൽ അനി പൊക്കോ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചത്. ഒരു ഇൻസൾട്ടൻ്റ് ഇൻറ്റൻഷനായിട്ടാണ് ഞങ്ങൾക്ക് അപ്പം അനുഭവപ്പെട്ടത്. പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞങ്ങൾ ഇതുമായിട്ട് ഒരു ഘട്ടത്തിലും സഹകരിക്കാതിരുന്നിട്ടില്ല. എന്തിനാണോ ഞങ്ങളുടെ വണ്ടി നിർത്താൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ ഡിക്കി തുറക്കൂല എന്നോ പെട്ടി തുറക്കൂല ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാം തുറന്ന് പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അതെന്താ കിട്ടാത്തതാണോ? ഞാൻ പറഞ്ഞില്ല, ഈ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസ് എന്തായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടതെന്നുള്ളതും ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാക്കി നിർത്തേണ്ടത് എന്താണെന്ന് കൃത്യമായിട്ടുള്ള അതപ്പോൾ ആലോചിച്ചില്ലല്ലോ. അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട്. അല്ല, അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ മറ്റേ ചെറിയ ക്യാമറ വെച്ചിട്ട് ഞാൻ വിചാരിച്ച ആ വീഡിയോയിൽ എടുക്കുന്നത് ഈ പിന്നെ പെട്ടി പിന്നെ തുറക്കുക. അപ്പോൾ പെട്ടി തുറക്കേണ്ട ഘട്ടം വരുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ അതെന്താ എടുക്കാത്ത? അതല്ലേ എടുക്കേണ്ടത്. ഞങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതും ഒക്കെ എടുത്തല്ലോ. അല്ല, ഞങ്ങൾ തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളുടെ ഭാഗത്ത് കുറ്റമൊന്നുമില്ലല്ലോ. വണ്ടിയിൽ നിന്ന് പെട്ടിയിൽ നിന്നൊന്നും കിട്ടിയിട്ടോ പെട്ടിയിൽ വേണ്ടാത്തൊന്നും ഇല്ലല്ലോ.
അപ്പോൾ ആ ചർച്ചയിൽ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ ചർച്ച വഴിമാറല്ലേ ഞങ്ങൾ ഭയപ്പെടേണ്ടതുള്ളൂ. ഏത് അവരെ സർക്കാരിൻ്റെ ആ ഷോ പാലക്കാട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഗണത്തിലേക്ക് അവർ തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും. ആ കാര്യത്തിൽ സംശയം വേണ്ട. അല്ല, നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോഴേ, നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ, നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തോ വലിയ കള്ളപ്പണം കടത്തുന്ന ആളുകൾ. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ, ആ ആളുകൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്തിനാണ് ഇൻസൾട്ട് ചെയ്യുന്നത്? അവർക്ക് വളരെ മാന്യമായി ഇതെല്ലാം ചെയ്യാമല്ലോ. നമ്മളതിനോട് സഹകരിക്കുന്നുണ്ടല്ലോ. അപ്പോഴും ഞങ്ങളുടെ ചോദ്യം പെൻഡിങ് ആണ്. ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയുടെ വാഹനം, എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും, നിങ്ങളെല്ലാം കാണുന്നില്ലേ? ഇടതുപക്ഷ CPM-ന്റെ 100 MLA-മാർ ഇവിടെ ഇല്ലേ? ഇടതുപക്ഷത്തിൻ്റെ 99 MLA-മാർ ഇവിടെ ഇല്ലേ? അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് പരിശോധിക്കുന്നതിനകത്ത് ഇൻറ്റൻഷൻ ഉണ്ട്. എന്നാലും പരിശോധിച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ. ഈ റാൻഡം എന്ന് പറയുമ്പോൾ അതിന്റെ ഡിക്ഷണറിയിലെ അർത്ഥം പിന്നെ UDF നേതാക്കന്മാരുടെ വണ്ടി എന്ന് മാത്രമാണെന്ന് അറിയില്ലായിരുന്നു. സാരമില്ല, ഇപ്പം ഇത് വന്നതിൻ്റെ പേരിലെങ്കിലും ഇനിയിപ്പോൾ ആ പരിശോധനയൊക്കെ നടത്തട്ടെ. അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരും ആലോചിക്കട്ടെ. ഞങ്ങൾക്ക് അതിൻ്റെ പുറകെ പോകാൻ സമയമില്ല, താല്പര്യമില്ല. ഞങ്ങൾക്ക് മറ്റു കാര്യങ്ങൾ ജനങ്ങളോട് പറയാം. പിന്നെ ഒരു കാര്യം, ഞങ്ങളിത് ഇച്ചിരി ഒന്ന് ഈ വാൺ ചെയ്തായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഏർപ്പാടൊക്കെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അതിൽ പെട്ടതാണോ അല്ലേന്ന് അറിഞ്ഞുകൂടാ, നോക്കാം നമുക്ക്. ഇന്ന് രാവിലെയാണ് MP ഷാഫി പറമ്പിലിൻ്റെയും MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെയും വാഹനം നിർത്തി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. പരിശോധന വെറും പ്രഹസനമായിരുന്നു, അപമാനിക്കാൻ ശ്രമിച്ചു, അതിനോടുള്ള പ്രതിഷേധമാണ് അറിയിച്ചത് എന്നതാണ് ഇപ്പോൾ ഷാഫിയും രാഹുലും മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിലിന്റെയും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വാഹനം പരിശോധിച്ച് പോലീസ്. കയർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ഞങ്ങളങ്ങനെ സൂചിപ്പിക്കാൻ വരണ്ട, അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. സഹകരിച്ചിട്ടും ടാർഗറ്റ് ചെയ്തെന്ന് ഷാഫി പറമ്പിൽ. തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ. വാഹനത്തിലുണ്ടായിരുന്നത് പുസ്തകങ്ങളും വസ്ത്രങ്ങളും. പരിശോധനയ്ക്ക് പിന്നിൽ ഗൂഢാലോചന എന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. വികസനം ചർച്ച ചെയ്യണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി നിലമ്പൂരിൽ ഊന്നൽ നൽകുന്നത് ജമാഅത്തെ കൂട്ടുകെട്ടിൽ പ്രതിപക്ഷത്തെ വിമർശിക്കാൻ. ലക്ഷ്യം UDF അസംതൃപ്തരുടെയും സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെയും വോട്ട്. മലപ്പുറം പരാമർശ വിവാദത്തിൽ പ്രതികരണമില്ല. ഇന്ന് വഴിക്കടവിലും എടക്കരയിലും പിണറായി പങ്കെടുക്കുന്ന യോഗങ്ങൾ. നിലമ്പൂരിലെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക്. ആരോപണ പ്രത്യാരോപണം കനപ്പിച്ച് ഭരണ പ്രതിപക്ഷങ്ങൾ. പ്രചാരണ ആവേശത്തിൽ UDF-ഉം LDF-ഉം. മുഖ്യമന്ത്രി UDF മണ്ഡലത്തിൽ തുടരുന്നു. പ്രിയങ്ക ഗാന്ധിയും മണ്ഡലത്തിലേക്ക്. PV അൻവറിന് വോട്ട് തേടി യൂസഫ് പഠാൻ നാളെ എത്തും. പശ്ചിമേഷ്യ യുദ്ധസമാനം. ഇസ്രയേൽ ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തി ഇറാൻ. ഇസ്രയേലി നഗരങ്ങളായ ടെൽ-അവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദങ്ങൾ. ഭൂരിഭാഗം ഡ്രോണുകളും തകർത്ത് ഇസ്രയേലി അയൺ ഡോം. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ആയത്തുള്ള അലി ഖംനേയി. സമാധാനം നിലനിർത്തണമെന്ന് UN. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നു. ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും വിശദമായി പരിശോധിക്കും. DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണവും തുടരുന്നു. മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ സഹോദരൻ രതീഷ് അഹമ്മദാബാദിൽ. അഹമ്മദാബാദ് വിമാന ദുരന്തമുയർത്തുന്ന ആശങ്ക ആകാശത്തോളം. എയർ ഇന്ത്യയുടെ ഭാഗത്ത് വലിയ വീഴ്ചകൾ. ടാറ്റ ഏറ്റെടുത്തിട്ടും കേടുകാര്യസ്ഥത തുടരുന്നു. ഏറ്റവും കൂടുതൽ പഴക്കമേറിയ വിമാനങ്ങൾ പറത്തുന്നത് എയർ ഇന്ത്യ എന്ന കണക്കുകൾ. 2 വർഷത്തിനിടെ നിരവധി നടപടികളും നേരിട്ടു. News 18 എക്സ്ക്ലൂസീവ്.
സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും ശക്തമാവുന്നു. ഇന്ന് കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട്. നാളെ 4 ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. കോട്ടയത്തും ഇടുക്കിയിലും ഖനന പ്രവർത്തനങ്ങൾക്ക് നിരോധനം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയത്തിനരികെ ദക്ഷിണാഫ്രിക്ക. 8 വിക്കറ്റ് കയ്യിലിരിക്കെ ഓസ്ട്രേലിയയോട് ജയിക്കാൻ ആവശ്യം 68 റൺസ്. ഇന്ന് BCCIയുടെ അപെക്സ് കമ്മിറ്റി യോഗം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ടെസ്റ്റ് വേദിയാക്കുന്നത് പരിഗണനയിൽ. നിലമ്പൂരിൽ അംഗം മുറുകുന്നു. നിലമ്പൂരിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ചിരുന്ന വാഹനം പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് സ്ക്വാഡ്. വാഹനത്തിലുണ്ടായിരുന്ന പെട്ടി തുറന്ന് പരിശോധിച്ചു. പരിശോധനയ്ക്കിടെ ഷാഫിയും രാഹുലും ഉദ്യോഗസ്ഥരോട് കയർത്തു. സർവീസിനുള്ള പാരിതോഷികം തരാം, ഓർത്തുവെച്ചോ എന്നായിരുന്നു ഉദ്യോഗസ്ഥനോടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി. ഞങ്ങൾ ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോൻ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടി ഒന്ന് പരിശോധിച്ചിട്ട് ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. MPമാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ട് MPമാരുടെ വണ്ടി ചെയ്തോട്ടെ, UDFന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പറ്റില്ല. പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ, ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ. മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ. എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ടോ, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ടില്ല, ആ പണി എടുക്കണമെങ്കിൽ CPM-ന്റെ പണിയുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളങ്ങനെ സൂചിപ്പിക്കേണ്ടി വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ, ഓർത്ത് വെച്ചോ. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. മോൻ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടി ഒന്ന് പരിശോധിച്ചിട്ട് ഇതേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. പരിശോധനയോട് സഹകരിച്ചെങ്കിലും തങ്ങളെ അപമാനിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥരുടെ ലക്ഷ്യമെന്ന് ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു. കൈ കാണിച്ചപ്പോൾ ഞാൻ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി. ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി. അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ, അതിൻ്റെ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞു ഡിക്കി തുറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുമെന്ന് പറഞ്ഞു. പെട്ടി തുറക്കാൻ പറഞ്ഞു. ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിലുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു. പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വന്നിട്ട് പറയാം കുഴപ്പമില്ല, പോട്ടെ ഞാൻ ചോദിച്ചാൽ അത് ശരിയല്ലല്ലോ. പിന്നെ അല്ല ഞങ്ങൾ നോക്കി നിങ്ങൾ പുറത്ത് നോക്കിയാൽ കാണൂ, അത് ശരിയല്ല. നിങ്ങൾ പരിശോധിക്കണം, പരിശോധിച്ചിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയെന്ന് ഞങ്ങളോട് പറയണം. അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ, പെട്ടീൻ്റെ അകത്ത് എന്താണെന്ന് അവർ കാണണമല്ലോ. അപ്പോൾ അത് പറയുമ്പോൾ അല്ല പോട്ടെ, അത് ഞങ്ങൾ പോട്ടെ അവിടെ സാരല്ല പോട്ടെ. ഞങ്ങൾ സാരമുണ്ട്, ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു, കുഴപ്പമില്ല, ഞങ്ങൾ നിർത്തി. ഡിക്കി തുറക്കാൻ പറഞ്ഞു, തുറന്നു. പെട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞു. പെട്ടിയെടുത്ത് പുറത്ത് വെച്ചു. പുറത്ത് വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല, പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ പരിശോധനയാണെന്ന് തോന്നിയില്ല. പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കുകയല്ലേ വേണ്ടേ. നിങ്ങൾ മാധ്യമപ്രവർത്തകർ എത്ര തവണയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത്? എപ്പോഴെങ്കിലും ഇവർ കൈ കാണിക്കാറുണ്ടോ? എത്ര ജനപ്രതിനിധികളൊന്നും പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്? ഇപ്പോൾ ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട്, ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട്. അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത്. ഞങ്ങൾ വണ്ടി നിർത്തുന്നു, MPയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു, ഓക്കെ ആയിക്കോട്ടെ. എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലുമില്ല, ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു. ഞങ്ങൾ എല്ലാവരും ഇറങ്ങി. ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു. MPയോട് ഡിക്കി തുറക്കാൻ പറയുന്നു, ഡിക്കി തുറക്കുന്നു. പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു, പെട്ടിയെടുത്ത് വെളി വെക്കുന്നു. അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ, അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ. രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടിയെടുത്ത് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക? അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. കാരണം അവിടെ കുറേ ആളുകളുണ്ട്. കുറേ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക, ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു ഇൻസൾട്ട് തന്നെയാണ്. ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം. നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പെട്ടി തുറന്നു നോക്കൂ. അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു. നമ്മൾ പറഞ്ഞ് അതെങ്ങനെയാണ് ബോധ്യപ്പെടുന്നത്? ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എക്സ്റേ ലെൻസ് വല്ലതുമാണ് കണ്ണിലുള്ളത്? കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്തൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ ലെൻസ് ഉണ്ടോ? ആ വിഷ്വൽസ് ഒക്കെ തരാം. ഒരു വിഷ്വൽ മാത്രമല്ല ഉള്ളത്,
അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അത് വളരെ ഇൻസൾട്ടിങ് ആയിരുന്നു. അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ്. അപ്പോൾ അതിനോട് സ്വാഭാവികമായ ഇറിറ്റേഷൻസ് ഉണ്ട്. അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിറ്റേഷൻ അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളുടെ പരാതിയല്ല ജനങ്ങളുടെ മുന്നിലുണ്ട്. ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും. അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. അല്ല, അത് ജനങ്ങൾ പാരിതോഷികം തരും. ജനങ്ങൾ പാരിതോഷികം കൊടുക്കും. ജനങ്ങൾ അതിൻ്റെ പാരിതോഷികം കൊടുക്കും. കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത്. ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ്. അതൊരു ഇപ്പോൾ പറഞ്ഞല്ലോ, ഏതൊരു ഉദ്യോഗസ്ഥന് ഇത് ഇപ്പം ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുകളിലാണെന്നോ കോമൺ മാന് മുകളിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യം വേണമെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾ സാധാരണ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഒരാളുടെ വണ്ടി തടഞ്ഞു നിർത്തി പെട്ടിയെല്ലാം എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളെല്ലാം ഏറ്റവും സാധാരണക്കാരാണ്. അതെന്തിനാണ് അത് ചെയ്യുന്നത്? എന്തിനാണ്? പാലക്കാടിന് പിന്നാലെ നിലമ്പൂരിലും പെട്ടി വിവാദമാണ്. രാവിലെ ഷാഫി പറമ്പിലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും വാഹനം തടഞ്ഞു നിർത്തി തെരഞ്ഞെടുപ്പ് സ്ക്വാഡ് പരിശോധന നടത്തിയതാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. അപമാനിക്കാനായിരുന്നു ശ്രമം എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ആരോപിക്കുന്നത്. ആ പ്രഹസനത്തെയാണ് ചോദ്യം ചെയ്തത് എന്നതാണ് ഇരുവരുടെയും വാദം. വി അരുൺ വിവരങ്ങളുമായി. അരുൺ, പാലക്കാട് നമ്മളൊരു പെട്ടിബഹളമൊക്കെ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ ഇതാ നിലമ്പൂരിലും സമാനമായ രീതിയിലൊരു വിവാദം ഉണ്ടാവുകയാണ്. എന്താണ് ഇരുവരെയും ഇത്രത്തോളം പ്രകോപിപ്പിച്ചത്? പ്രകോപിതരായ അവരുടെ പ്രതികരണവും നമ്മൾ കണ്ടു. ആ പ്രകോപനത്തിന് അടിസ്ഥാനമുണ്ടോ? ഒരു ഷോ നടന്നിട്ടുണ്ട്. അത് ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് വേണം ഇനി കണ്ടുപിടിക്കേണ്ടത്. സ്വാഭാവികമായും പ്രഹസനമെന്ന ചർച്ചകളും സജീവമായി വരുന്നു. അതും ഏത് ഭാഗത്താണ് പ്രഹസനം ഉണ്ടായെന്ന ചോദ്യവും വരുന്നുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രധാനപ്പെട്ട രണ്ട് നേതാക്കളെ, UDF-ന്റെ കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട യുവജന നേതാക്കളെയാണ്, ഒരാൾ MP ആണ്, മറ്റൊരാൾ MLA ആണ്. അവരുടെ വാഹനമാണ് പോലീസ് തടഞ്ഞ് പരിശോധിച്ചത്. ആ പരിശോധിച്ച ലക്ഷ്യം ഇന്റൻഷൻ നല്ലതല്ല എന്ന ഒരു വാദമാണ് ഇപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മുന്നോട്ട് വയ്ക്കുന്നത്. പരിശോധനകൾ ആവശ്യമാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. കള്ളപ്പണം കടത്താം, അതിൽ മറ്റെന്തെങ്കിലും രേഖകൾ കടത്താം, അങ്ങനെ എല്ലാ വാഹനങ്ങളും പരിശോധിക്കാനുള്ള അവകാശം പോലീസിനും തെരഞ്ഞെടുപ്പ് സ്ക്വാഡിനുമുണ്ട്. പക്ഷേ ആ റാൻഡം പരിശോധന എന്ന് പറയുമ്പോഴും ആ റാൻഡം UDF നേതാക്കളിലേക്ക് മാത്രം ചുരുങ്ങുന്ന എന്ത് റാൻഡമാണ്? റാൻഡത്തിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന ചോദ്യവും ഇപ്പോൾ ഈ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ വടപുറം എന്ന ഭാഗം അതിർത്തി ഭാഗമാണ്. മലപ്പുറത്തെ മറ്റു ഭാഗങ്ങളും അതുപോലെ നിലമ്പൂരുമായുള്ള അതിർത്തിയാണ്, മണ്ഡല അതിർത്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ സ്വാഭാവിക പരിശോധനകൾ ഉള്ളതാണ്. അവിടെ എല്ലാ വാഹനങ്ങളും, അത് രാഷ്ട്രീയ നേതാക്കളുടെ വാഹനങ്ങൾ, സാധാരണക്കാരുടെ വാഹനങ്ങൾ, മാധ്യമപ്രവർത്തകർ എല്ലാം അവിടെ പരിശോധിക്കുകയും പതിവാണ്. ആ പരിശോധനയ്ക്കിടയിലാണ് ഇന്നലെ ഷാഫി പറമ്പിൽ ഓടിച്ചു വന്ന ഷാഫിയും രാഹുൽ മാങ്കൂട്ടത്തിലുമുള്ള വാഹനം പോലീസ് തടഞ്ഞ് പരിശോധിച്ചത്. ആ പരിശോധനയോട് തങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷേ ആദ്യം അവർ വാഹനം നിർത്താൻ ആവശ്യപ്പെടുന്നു. ടോർച്ച് അടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയില്ല, ടോർച്ച് MP-യുടെ മുഖത്തടിച്ച് പുറത്തേക്ക് വരാൻ ആംഗ്യം കാണിക്കുന്നു. അതിന് പുറത്തിറങ്ങുമ്പോൾ ഡിക്കി തുറക്കാൻ ആവശ്യപ്പെടുന്നു. ഡിക്കി തുറക്കുമ്പോൾ പെട്ടിയെടുത്ത് പുറത്ത് വയ്ക്കാൻ പറയുന്നു. പെട്ടി പുറത്ത് വയ്ക്കുമ്പോൾ ഇനി പൊക്കോളൂ എന്ന് പറയുന്നു. അതെന്താ മര്യാദ എന്നാണ് ഷാഫിയും രാഹുലും ചോദിക്കുന്നത്. അവർക്ക് പരിശോധിക്കണമെങ്കിൽ എക്സ്റേ കണ്ണുകളൊന്നും ഇല്ലല്ലോ, ഡിക്കി പെട്ടിക്കുള്ളിൽ എന്തുകൊണ്ടെന്ന് പരിശോധിക്കണ്ടേ? അങ്ങനെ പരിശോധിച്ചെങ്കിൽ നാളെ വീണ്ടും പാലക്കാട് സമാനമായി പെട്ടിയിൽ പണം കടത്തുന്ന ആരോപണം വരില്ലേ? അതുകൊണ്ടാണ് ഇത് പരിശോധിച്ചിട്ട് പോയാൽ മതി നിലപാട് തങ്ങൾ എടുത്തത് എന്നാണ് ഷാഫിയും രാഹുലും പറയുന്നത്. പരിശോധിക്കുമ്പോൾ അതിൽ വസ്ത്രങ്ങൾ മാത്രമായിരുന്നു. ദൃശ്യങ്ങൾ തങ്ങൾ പകർത്തുകയും ചെയ്തു. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായിട്ടില്ല. ഇത് ഏതെങ്കിലും മാധ്യമപ്രവർത്തകരുടെയോ അല്ലെങ്കിൽ UDF ഇതര നേതാക്കളുടെയോ വാഹനങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് അറിവ് ലഭിച്ചിട്ടില്ലെന്നും ഇപ്പോൾ ഈ നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ ആ ഭാഗം അത്രയും നമുക്ക് ആ രീതിയിൽ എടുക്കാം. സ്വാഭാവികമാണ്, അവരെ അപമാനിക്കാൻ ശ്രമിച്ചു തോന്നുന്നവർക്കുണ്ടാകാം. രണ്ട് പ്രധാനപ്പെട്ട ജനപ്രതിനിധികളാണ്, നാടറിയുന്നവരാണ്, രണ്ടുപേരെയും ആ രീതിയിൽ ഉദ്യോഗസ്ഥർ തിരിച്ചറിയാൻ കഴിയുന്നവരാണ്. MLA MP എന്ന് ബോർഡ് വെച്ച വാഹനമായിരുന്നു അത് എന്നതും വ്യക്തമാണ്. പക്ഷേ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തിൻ്റെ പരാമർശങ്ങളാണ് ഇതിന് മറ്റൊരു ആംഗിൾ കൂടി നൽകുന്നത്. അത് ഇപ്രകാരമായിരുന്നു: നിന്റെ സർവീസിന് പാരിതോഷികം ഞാൻ തരാം എന്ന് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥരോട് പലതവണ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് അക്ഷരാർത്ഥ ഭീഷണി തന്നെയാണ്. പരിശോധിച്ച ഉദ്യോഗസ്ഥരെ ഭീഷണിയും വിവാദവും ഒക്കെയായി വീണ്ടും നിലമ്പൂരിലേക്കും പാലക്കാടിനെ ഓർമ്മിപ്പിക്കുന്ന വിവാദങ്ങളൊക്കെ തിരിച്ചെത്തുകയാണ്. അപമാനിതരായി. ഇന്റൻഷൻ ശരിയല്ലായിരുന്നു, പക്ഷെ ഇത് പരിശോധിക്കാൻ വഴികളില്ല. ഇന്റൻഷൻ പരിശോധിക്കാൻ വേറെ വഴികളില്ല. സ്വാഭാവികമായും ഈ പരിശോധന എല്ലായിടത്തും നടന്നോ എന്നതാണ് ഇനി അറിയേണ്ടത്. വാഹന പരിശോധന തെരഞ്ഞെടുപ്പ് പരാജയം മുന്നിൽ കണ്ടുകൊണ്ടാണെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം ന്യൂസ് 18നോട്. എന്തുകൊണ്ടാണ് ഷാഫിയുടെയും രാഹുലിന്റെയും മാത്രം വാഹനം തെരഞ്ഞുപിടിച്ച് പരിശോധിച്ചതെന്നും PMA സലാം ചോദിച്ചു. CPM പരാജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്.
ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം, നെറികേടിന്റെ രാഷ്ട്രീയം, ഭരണം ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ തകർക്കാനുള്ള ശ്രമം. അത് മാർക്സിസ്റ്റ് പാർട്ടി പാലക്കാട്ട് പരീക്ഷിച്ചതാണല്ലോ. ദയനീയ പരാജയമായി. അത്ര വലിയ ഭൂരിപക്ഷത്തിന് തോൽക്കുമെന്ന് UDF-നേക്കാൾ മുമ്പ് LDF മനസ്സിലാക്കിയത് കൊണ്ടാണ് ആ അത്ര നിലപാട് അവിടെ എടുത്തത്. ഇവിടെയും അത് തന്നെയാണ് സ്ഥിതി. പരാജയത്തിന്റെ തീവ്രതയുടെ അറ്റം മനസ്സിലാക്കാൻ കഴിയാതെ കുടുങ്ങിയ പാർട്ടി എന്ത് നെറികേട് ഇപ്പം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ്. ജനപ്രതിനിധികളെ, ഒരു പാർലമെന്റ് അംഗത്തെയും ഒരു നിയമസഭാ അംഗത്തെയുമാണ് അപമാനിച്ച് അവഗണിച്ചത്. വേറൊരാൾ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്കാരനെയോ ഇടതുപക്ഷക്കാരനോ BJP-ക്കാരനെയോ തുടർന്നില്ലല്ലോ. എന്തുകൊണ്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു? രാഷ്ട്രീയ വിരോധം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വെപ്രാളം പൂണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സ്ഥിതിയിലാണ് CPM ഉള്ളത്. ഈ നെറികേടിന് ജനങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകും. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പശ്ചിമേഷ്യയിൽ യുദ്ധസമാനമായ സാഹചര്യമാണ്. ഇസ്രയേൽ ആക്രമണത്തിന് തിരിച്ചടി നൽകിയിരിക്കുന്നു ഇറാൻ. ജെറുസലേമിലും ടെൽ അവീവിലുമാണ് ഇറാന്റെ ആക്രമണമുണ്ടായത്. ജെറുസലേമിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 60 പേർക്ക് പരിക്കേറ്റു. ഇസ്രയേലിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനെയി പറഞ്ഞു. فکر نکنند که زدند و تمام شد. نه، کار رو اونها شروع کردند و جنگ. സമാധാനം നിലനിർത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടു. This morning, the Secretary General spoke to the Foreign Minister of the Islamic Republic of Iran. They, as you can imagine, discussed the situation created by the events unfolding in the past few hours. The Secretary General reiterated the position he expressed publicly that I read to you. He also expressed that we need to avoid at all costs a deadly confrontation that might get out of control.
Our humanitarian colleagues tell us that the Israeli authorities continue to deny many humanitarian movements aimed at providing support to the population within the Strip. Yesterday, the Israeli authorities rejected 8 out of 18 attempts made by the UN to coordinate such movements, including efforts to retrieve wheat, flour, and fuel supplies. ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടതായി യുഎനിലെ ഇറാൻ സ്ഥാനപതി അറിയിച്ചു. Last night, the Israeli regime, the most dangerous and terrorist regime in the world, with full intelligence and political support from the United States regime, conducted a series of coordinated and premeditated military attacks across multiple cities in Iran. These acts of aggression and unlawful strikes target peaceful nuclear facilities, military sites, vital civilian infrastructure, and residential areas. So far, 78 people, including senior military officials, have been martyred and over 320 others injured. The overwhelming majority of them civilians, including women and children. Last night, the State of Israel launched Operation Rising Lion, a preemptive military operation carried out with precision, purpose, and the most advanced intelligence at our disposal. The mission was very clear: dismantle Iran's nuclear program, eliminate the architects of its terror and aggression, and neutralize the regime's ability to follow through on its repeated public promise. അതേസമയം ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ആക്രമണം തുടരുകയാണ്. ഇറാൻ വീണ്ടും ആക്രമിക്കും എന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബങ്കറിലേക്ക് മാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, ഇന്നലെ രാവിലെ മുതൽ ഈ പ്രത്യാക്രമണങ്ങളുടെ റിപ്പോർട്ടുകൾ വരികയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെ ബങ്കറിലേക്ക് മാറിയെന്ന് പറയുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇസ്രയേൽ പറയുന്നത് ഇറാനിയൻ മിസൈൽ സ്ട്രക്ക് നിയർ ഹോംസ് ഇൻ സെൻട്രൽ ഇസ്രയേൽ, ഇഞ്ചുറിങ് അറ്റ്ലീസ്റ്റ് 10 പീപ്പിൾ. ഏറ്റവും അവസാനം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അപ്പോൾ വീണ്ടും ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായി എന്ന് ഇസ്രയേൽ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സാഹചര്യം? ശ്രീജ, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമാവുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സ്ഫോടനം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇരു രാജ്യങ്ങളിലെയും പലയിടങ്ങളിൽ ഈ ഒരു ആക്രമണവും പ്രത്യാക്രമണവും ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ബങ്കറിനുള്ളിലാണ് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത്. CNN News 18 ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത പുറത്തുവിടുകയും ചെയ്യുന്നത്. അതേസമയം ഇരുവരും ഇത്തരത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഈ ഇത്തരത്തിൽ ചർച്ച നടത്തുന്നുണ്ട്. ഇനിയുള്ള സാഹചര്യം സംബന്ധിച്ച്, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ചില ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. അതേസമയം ടെലവീവിലാണ് ഇത് സംബന്ധിച്ച് ഇറാന്റെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്. അതിൽ പലയിടങ്ങളിലും പല കെട്ടിടങ്ങളിലും വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടാവുകയും ചെയ്തു. 60 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നു. അതായത് ഇസ്രായേൽ ഇപ്പോൾ ആരോപിക്കുന്നത് ഞങ്ങൾ ഇറാനെ ആക്രമിച്ചത് പ്രധാനപ്പെട്ട ചില ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടായിരുന്നു. സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചു, ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു തങ്ങളുടെ ആക്രമണം നടത്തിയത്. ഒരു തരത്തിലും ജനവാസ മേഖലയെ തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. അതേസമയം ഇറാൻ തിരിച്ചടിച്ചത് ജനവാസ മേഖലയിലാണ് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിൽ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഹാനി സംഭവിച്ചിട്ടുണ്ട്, പരിക്കേറ്റിട്ടുണ്ട്, അതിലൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി അവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് നിലവിൽ ഇത്തരത്തിൽ പലയിടങ്ങളിൽ, അതായത് ജോർദാൻ അതിർത്തിയിലും സിറിയ അതിർത്തിയിലും ഒക്കെയാണ് ഇത്തരത്തിൽ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് ഇറാൻ. അവിടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഏകോപിച്ചുകൊണ്ടുള്ള ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി ഇസ്രായേൽ ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഡ്രോൺ ആക്രമണമാണ് അത് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ആദ്യം ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നു, 13 ഇടങ്ങളിൽ കൃത്യമായി ലക്ഷ്യം വെച്ചതുപോലെ തന്നെ അത് ലക്ഷ്യം കാണാൻ ഇസ്രായേലിന് സാധിക്കുന്നു. തുടർന്ന് ഒരു അറ്റാക്ക് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അതിന്
അതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ഇസ്രായേൽ നടത്തുകയും ചെയ്യുന്നു. അവിടെയാണ് പലയിടങ്ങളിലും ഡ്രോൺ ആക്രമണങ്ങൾ, അതായത് ഏകദേശം 90% ബാലിസ്റ്റിക് മിസൈലുകളും മറ്റ് ഡ്രോൺ സംവിധാനങ്ങളും ഒക്കെ നശിപ്പിക്കാൻ ഇസ്രായേലിന് സാധിച്ചു. പക്ഷേ ബാക്കിയുള്ളവ നഗരപ്രദേശങ്ങളിലാണ്, ജനവാസ മേഖലയിലാണ് വന്ന് പതിക്കുകയും ചെയ്ത് ഇത് വലിയ നാശനഷ്ടം ഇസ്രായേലിലും ഉണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇപ്പോൾ നേരത്തെ ഖമനേയി പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വെച്ച് നോക്കുമ്പോൾ തന്നെ മുട്ടുകുത്തിക്കും ഇസ്രായേലിനെ എന്ന് പറയുന്ന രീതിയിൽ ഇനിയും തുടരാക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ രണ്ടാം അറ്റാക്ക് നടന്നതിന് ശേഷം വീണ്ടും ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നത്. എന്തായാലും ടെഹ്റാനിലെ വിമാനത്താവളങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. വിമാനത്താവളം ആക്രമിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ രീതിയിൽ സംഘർഷം രൂക്ഷമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിൽ കടുത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രാജ്യമെമ്പാടും സൈറനുകൾ മുഴങ്ങിയാണ്. ഒരു തരത്തിലും ജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല, സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം. ഏതെങ്കിലും തരത്തിൽ, അതായത് അതിർത്തി പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ജോർദാൻ, സിറിയ അടക്കമുള്ള, യമൻ അടക്കമുള്ള രാജ്യങ്ങളുടെ അതിർത്തി പങ്കിടുന്ന മേഖലകളിലാണ് പ്രധാനമായും ഇസ്രായേലിന് നേരെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നത്. ആ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. അവർ ബങ്കറിലേക്ക് മിഥുനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ നമ്മളോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന, പ്രത്യേകിച്ച് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള, അതിനെ കൃത്യമായി പിന്തുടരുന്ന മാധ്യമപ്രവർത്തക ശ്രീമതി അഞ്ജന ശങ്കർ അബുദാബിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതുപോലെയുള്ള യുദ്ധ സാഹചര്യങ്ങളിൽ നേരിട്ട് പോയി റിപ്പോർട്ടിംഗ് നടത്തിയിട്ടുള്ള മാധ്യമപ്രവർത്തക കൂടിയാണ് അഞ്ജന. ഗുഡ് മോർണിംഗ് അഞ്ജന. ഇപ്പോൾ നമ്മൾ ഈ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ലതല്ല. ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തുടരുകയാണ്. ഏറ്റവും ഒടുവിലും അത്തരത്തിലുള്ള ആക്രമണത്തിന്റെ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരു പൂർണ്ണ യുദ്ധത്തിലേക്കാണോ പശ്ചിമേഷ്യ പോകുന്നത്? നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പൂർണ്ണമായിട്ടുള്ളൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് യുദ്ധത്തിലേക്ക്, വോറിലേക്ക് നീങ്ങരുത് എന്ന് തന്നെയാണ് മിഡിൽ ഈസ്റ്റിലുള്ള, പശ്ചിമേഷ്യയിലുള്ള എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നതും അവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഒരു സാഹചര്യം വെച്ച് രണ്ട് മിഡിൽ ഈസ്റ്റിലെ വലിയ രണ്ട് ശക്തികളാണ് ഇറാനും ഇസ്രയേലും. ശക്തികളാണെന്ന് മാത്രമല്ല, രണ്ട് ആർച്ച് റൈവൽസും കൂടിയാണ് ഇവർ രണ്ടുപേരും തമ്മിൽ. ഡയറക്റ്റായിട്ടുള്ള ഒരു സംഘർഷം ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു നിലയിൽ എത്തി നിൽക്കുകയാണ്. പ്രോക്സികൾ തമ്മിലുള്ള യുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഡയറക്റ്റായിട്ടുള്ള അങ്ങോട്ട് അറ്റാക്കും അതുപോലെ തിരിച്ചടികളും നടക്കുന്നൊരു സാഹചര്യത്തിൽ ഇത് എങ്ങനെയാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ ഇത് എസ്കലേറ്റ് ചെയ്യാൻ പോവുക, ഒരു വലിയ തോതിലുള്ളൊരു യുദ്ധത്തിലേക്ക് ഇത് മാറുമോ എന്നൊരു ഭീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. കാരണം ഇതിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ ഗതി തന്നെ മാറ്റാൻ സാധ്യതയുള്ള ഒന്ന് ഇപ്പോൾ നമുക്കറിയാം. ഇറാനിൻ്റെ ന്യൂക്ലിയർ അസറ്റ്സിന് അറ്റാക്ക് ചെയ്യുകയും തിരിച്ച് ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ടെലവീവിലും ജെറൂസലമിലെല്ലാം മിസൈൽ അറ്റാക്കുകൾ നടക്കുകയും ചില ഇമ്പാക്ട്സ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേലിൽ നിന്നുള്ള അറ്റാക്കുകൾ തുടരുകയാണെങ്കിൽ അവർ തീർച്ചയായും ഇത് അമേരിക്കയുടെ പിന്തുണയോടെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവർ അമേരിക്കയുടെ മിലിറ്ററി ആസറ്റുകളെ, മിലിറ്ററി ബേസുകളെ, മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ മിലിറ്ററി ബേസുകളെയും ടാർഗറ്റ് ചെയ്യും എന്നാണ് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ ഒരു മൂവ് ഇറാനിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ പിന്നീട് ഈ യുദ്ധം തീർച്ചയായും, കാരണം അമേരിക്കയുടെ മിലിറ്ററി അസറ്റുകളെ ഡയറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ ഇരിക്കുന്ന മിഡിൽ ഈസ്റ്റിലും ഗൾഫിലുമുള്ള രാജ്യങ്ങളെ ബാധിക്കും. അപ്പോൾ ഇതൊരു നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ തോതിലുള്ള യുദ്ധത്തിലേക്ക് നീങ്ങും എന്നുള്ളൊരു ഭയമാണ് ഇവിടെ എല്ലാവർക്കും. തീർച്ചയായും അഞ്ജന, ഏറ്റവും പ്രധാനമായി ഇതിൽ
നിർണായകമാവുക ഒരു പക്ഷേ അമേരിക്ക എന്ത് നിലപാടെടുക്കുമെന്നതാണ്. നേരിട്ടൊരു ആക്രമണത്തിലേക്ക് പോകാനൊന്നും അമേരിക്കയ്ക്ക് നേരത്തെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ ട്രംപിൻ്റെ ഭീഷണിയൊക്കെ വരുന്നത് ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞു കേട്ടില്ല, ഇനിയും കേട്ടില്ലെങ്കിൽ കൂടുതൽ രൂക്ഷമായ ആക്രമണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് നേരിടേണ്ടി വരിക എന്ന് ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന രീതിയിലൊരു ഭീഷണിയുടെ സ്വരമാണ് ട്രംപിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടായിരിക്കും എടുക്കുക? ഇങ്ങനെ ഇറാനും ഇസ്രയേലും നേർക്കുനേർ വരുമ്പോൾ അറബ് രാജ്യങ്ങൾ എന്ത് നിലപാടെടുക്കും എന്നതും ഏറ്റവും നിർണായകമാകും എന്ന് തോന്നുന്നു. ഞാൻ അമേരിക്കയുടെ കാര്യം ആദ്യം പറയാം. ട്രംപിൻ്റെ അങ്ങനെ ഒരു ഭീഷണിയുടെ ശബ്ദത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേൾക്കുകയുണ്ടായി. പക്ഷേ അമേരിക്ക വർഷങ്ങളായി തന്നെ ഇസ്രയേലിന് ഡയറക്റ്റായി ഇറാനിൻ്റെ ഈ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസിനെ തകർക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മിലിറ്ററി എസ്കലേഷൻ വേണം എന്നുള്ളൊരു സ്റ്റാൻഡ് ഇസ്രയേലിന് വർഷങ്ങളായി ഉള്ളതാണ്. പക്ഷെ അമേരിക്കയാണ് ഈവൻ ഒബാമയുടെ സമയം മുതൽ നമുക്കറിയാം ഒരു ന്യൂക്ലിയർ ഡീല് വഴി ഇറാനിൻ്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, അതുവഴി മിഡിൽ ഈസ്റ്റിലുള്ള ആ ഒരു സ്റ്റേറ്റസ് കോയിനെ നിയന്ത്രിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന എല്ലാ ഡിപ്ലോമാറ്റിക് എഫേർട്സുകളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ഡയറക്റ്റ് ആയിട്ടുള്ളൊരു യുദ്ധത്തിന് അമേരിക്കയ്ക്ക് താല്പര്യമില്ല. പക്ഷേ ഇതുപോലുള്ള ഒരു എസ്കലേഷൻ നടന്നാൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അമേരിക്കയുടെ ഏതെങ്കിലും മിലിറ്ററി അസറ്റുകളെ ഇറാൻ അറ്റാക്ക് ചെയ്താൽ തങ്ങൾക്ക് ആഗ്രഹിക്കാത്തതും ഞങ്ങൾ ഇൻറ്റൻഷൻ ഇല്ലാത്തതുമായിട്ടുള്ളൊരു യുദ്ധത്തിലേക്ക് അമേരിക്ക വലിച്ചിഴക്കപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ ട്രംപ് പറഞ്ഞത് നമുക്കറിയാം. അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിലായി പലവട്ടം, ഒരു 6 വട്ടമെങ്കിലും ഇറാനും അമേരിക്കയും തമ്മിൽ പുതിയ ഒരു ഡീൽ, ട്രംപ് മനസ്സിൽ കാണുന്ന ഒരു പുതിയ ഡീൽ സൈൻ ചെയ്യിപ്പിക്കാനുള്ള നെഗോഷിയേഷൻസ് നടക്കുന്ന ഒരു സമയമാണ്. ഇനി ഒരു റൗണ്ട് ഓഫ് നെഗോഷിയേഷനുകൾ കൂടി അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നൊരു സമയത്താണ് ഈ ഒരു അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? തിരിച്ച് ഈ ഒരു നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഡീഎസ്കലേറ്റ് ചെയ്ത് തിരിച്ച് ഇറാനിനെ നെഗോഷിയേറ്റിംഗ് ടേബിളിൽ കൊണ്ടുവന്ന് ഒരു ഡീൽ സൈൻ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഇന്നലെ കണ്ട ഇറാനിൻ്റെ പ്രസ്താവനയിൽ ദിസ് ന്യൂക്ലിയർ ഡീൽ ഇസ് ഓഫ് എന്നാണ് ഉള്ളൊരു സ്റ്റാൻഡാണ് ഇറാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് ഈസ് ക്വൈറ്റ് അൺപ്രഡിക്റ്റബിൾ. പക്ഷേ അതുപോലെ ശ്രീജ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ്, ഇവിടെ അറബ് രാഷ്ട്രങ്ങൾ എന്ത് സ്റ്റാൻഡാണ് ഇതിലെടുക്കുന്നത്? തീർച്ചയായും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു സംഘർഷം എസ്കലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അമേരിക്കയാണ് അവർ ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇതിലൊരു അറബ് രാജ്യങ്ങളിൽ തന്നെ ഇറാനിന് പ്രോക്സി ആയിട്ടുള്ള മിലിറ്ററി അല്ലെങ്കിൽ മിലിഷ്യാസ് ഉള്ള സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ്. ഇപ്പോൾ നമുക്കറിയാം ലെബനനിൽ ഹെസ്ബുള്ളയാണെങ്കിലും ഹെസ്ബുള്ളയുടെ കേപ്പബിലിറ്റീസ് ഒക്കെ വളരെയധികം തന്നെ കഴിഞ്ഞ നടന്ന ഈ ഗസയുമായി ബന്ധപ്പെട്ട് നടന്ന യുദ്ധത്തിൽ വളരെയധികം തന്നെ ഏറ്റവും വീക്കായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഇറാനിൻ്റെ കേപ്പബിലിറ്റീസ്. കാരണം ഹെസ്ബുള്ളയെ ഏതാണ്ട് ഒരു വിധം എല്ലാ ലീഡർഷിപ്പിനെയും ഹെസ്ബുള്ളയുടെ കേപ്പബിലിറ്റീസിനെയൊക്കെ ഇസ്രയേൽ ഓൾറെഡി തകർത്തു കഴിഞ്ഞു. ഗസയിൽ നമുക്കറിയാം ഹമാസ് ഇതുപോലെ ഇറാനിൻ്റെ ഒരു പ്രോക്സിയാണ്. ഹമാസ് ഏറ്റവും വീക്കറായിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത് ഇത്രയും നാളത്തെ യുദ്ധത്തിന് ശേഷം. അതുപോലെ തന്നെ സിറിയയിൽ ബഷർ അൽ അസാദിന്റെ ഭരണകൂടം വീണതിന് ശേഷം ഇറാനിന് സിറിയയുടെ മീതെയുള്ള വലിയൊരു പിടിപാടും ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് ഇറാൻ വളരെ ഏറ്റവും വീക്കായി നിൽക്കുന്ന ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് ഇസ്രയേൽ ഈ അറ്റാക്ക് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അറബ് രാജ്യങ്ങളിൽ നിന്നും ഈ പ്രോക്സികളിൽ നിന്നുമൊക്കെ ഇനി എന്തെങ്കിലും ഒരു മൂവ് അല്ലെങ്കിൽ ഇറാനിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രയേലിനായാലും അല്ലെങ്കിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസുകൾക്കെതിരെയൊക്കെ ഈ പ്രോക്സികൾ എന്തെങ്കിലും നീക്കങ്ങൾ നടത്തുമോ എന്നുള്ളതും ഇവിടെ അറബ് രാജ്യങ്ങളിൽ വളരെ നമുക്കിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ശരി അഞ്ജന, ഒരു കാര്യം കൂടി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതാണെന്ന് തോന്നുന്നു. ഇത്തവണ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ്. ഇന്നലെ നതാൻസിലേക്ക് നടന്ന ആക്രമണം കണ്ടു. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞന്മാരെ കൃത്യമായി പ്രിസിഷൻ അറ്റാക്കിലൂടെ അവരെ വധിക്കുന്നത് കണ്ടു. അതായത്
ഇറാൻ ഒരു ആണവശക്തിയായി വളരുന്നത് ഏത് വിധേനയും തടയുക എന്ന ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ മുന്നിലുള്ളത്. അങ്ങനെ ഒരു ലക്ഷ്യവുമായി ഇസ്രായേൽ ഇറങ്ങിയാൽ എന്തൊക്കെയാവും വരാൻ പോകുന്നത്? അതിൽ പ്രത്യേകിച്ച് ഒരു കാര്യം, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിൽ ആകെയുള്ള ഒരു ആണവ ശക്തി എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അതൊരു ഓപ്പണായിട്ടുള്ളൊരു പരസ്യമായിട്ടുള്ളൊരു രഹസ്യമാണെങ്കിലും പക്ഷേ ഇറാൻ വർഷങ്ങളായി ഈ ഒരു ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. ഇസ്രായേൽ അതിനെ എതിർത്തുകൊണ്ടിരിക്കുന്നു. US ഡിപ്ലോമാറ്റിക് മെത്തേഡുകളോടി അല്ലെങ്കിൽ നെഗോഷിയേഷൻസ് കൂടി അതിനെ തടയാനുള്ള ശ്രമങ്ങൾ ഇത്ര വർഷങ്ങളും നടന്നു. അതുകൊണ്ടൊന്നും ഒരു ഫലം അതിന് നേടിയില്ല എന്നുള്ളൊരു പോയിന്റിൽ എത്തിയതിന് ശേഷം ഇപ്പോൾ ഇസ്രായേൽ ഒരു പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നപോലെ ഇത് നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത് ഇറാനിൻ്റെ പല ന്യൂക്ലിയർ ആസറ്റുകളും വളരെ വെൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള പല കേന്ദ്രങ്ങളിലും അതുപോലെ വളരെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെയാണ് വളരെ ഫോർട്ടിഫൈഡ് ആയിട്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്ന പല ന്യൂക്ലിയർ ആസറ്റുകൾ ഇറാനിനുണ്ട്. ന്യൂക്ലിയർ അസറ്റുകൾ മാത്രമല്ല, അതുപോലെ തന്നെയുള്ള ബാലിസ്റ്റിക് മിസൈൽ കേപ്പബിലിറ്റീസ് ഉണ്ട്. ഇതിനെയൊക്കെ ടാർഗറ്റ് ചെയ്ത് ഇസ്രായേൽ ഒരു അറ്റാക്ക് ഇപ്പോൾ നമ്മൾ കണ്ടു. ഇത് ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട ഒരു അറ്റാക്കോടു കൂടി ഇസ്രായേൽ എല്ലാ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസിനെയും തീർത്ത് കളയാൻ ഇസ്രായേലിനാവില്ല എന്നുള്ളത് നമുക്കും അറിയാം. ഇസ്രായേലിന് വളരെ വ്യക്തമായി അറിയുന്നത് കൊണ്ടായിരിക്കാം നെതന്യാഹു പറഞ്ഞിട്ടുണ്ട് ഇത് ആഴ്ചകളോളം നീണ്ടു നിൽക്കാവുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻ തന്നെ ആയിരിക്കും എന്നുള്ളത്. ഇങ്ങനെയുള്ള ഓപ്പറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ഇനി ഓൾറെഡി ഇന്റർനാഷണൽ ആറ്റോമിക് ഏജൻസി പറഞ്ഞിട്ടുണ്ട്, IAEA, ഇറാനിൻ്റെ ഇപ്പോഴുള്ള ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 60% ഇപ്പോൾ ഇറാനിൻ്റെ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്. നമുക്ക് 90% യുറേനിയം എൻറിച്ച്മെൻറ്റ് ആവുമ്പോഴാണ് നമുക്കൊരു ആറ്റോമിക് ബോംബ് ഉണ്ടാവാൻ, അവർക്ക് ഒരു ബോംബ് ഉണ്ടാവാനുള്ള അത്രയുമുള്ള യുറേനിയത്തിൻ്റെ എൻറിച്ച്മെൻറ്റിൻ്റെ ആവശ്യകത. അതുകൊണ്ട് ഈ 60% നിന്ന് 90% കടക്കാൻ അധികം ദൂരമില്ല. അപ്പം അതിനു മുമ്പ് ഇവരെ ഈ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസിനെ തച്ചുടയ്ക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെങ്കിലും ഇനി അങ്ങോട്ട് ഈ 60 നിന്ന് 90 വേഗത കൂട്ടാനും അവരുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസിനെ ഒന്നുകൂടി തീർച്ചയായും നമ്മളുടെ സുരക്ഷയ്ക്കും നമ്മളുടെ സെൽഫ് ഡിഫെൻസിനും ന്യൂക്ലിയർ അസറ്റ്സ് ഉണ്ടായേ മതിയാവൂ എന്നുള്ളൊരു സ്ട്രോങ് സ്റ്റാൻഡിലേക്ക് എത്താൻ ഇത് ഇറാനിനെ നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാർശ്വഫലം എന്ന് പറയുന്നത് ഇനി അമേരിക്ക ശ്രമിക്കുന്ന ഒരു നെഗോഷിയേഷൻസ് അല്ലെങ്കിൽ ഒരു ഡീലിലേക്ക് ഇനി തിരിച്ചു കടക്കാൻ ഇറാൻ തയ്യാറാവുമോ എന്നുള്ളത് കണ്ടറിയണം. ശരി അഞ്ജന, വളരെ നന്ദി ഇത്ര വിശദമായി ഈ കാര്യങ്ങൾ വിശകലനം ചെയ്തതിന്. തീർച്ചയായും തുടർന്നും ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് അഞ്ജനയോട് സംസാരിക്കാമെന്ന് കരുതുന്നു. അഞ്ജന ശങ്കർ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി പിന്തുടരുന്ന മാധ്യമപ്രവർത്തകയാണ്. നമ്മളോടൊപ്പം മിഥുൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് തുടരുന്നുണ്ട്. മിഥുൻ, ഇപ്പോൾ അഞ്ജനയൊക്കെ പറയുന്നത് പോലെ ഏറ്റവും പ്രധാനം ഒരു ഡീലിലേക്ക് ഇനി ഇറാന് ചെല്ലാൻ കഴിയുമോ? ഇറാൻ ഒരു വിധേനയും അതിന് തയ്യാറല്ലെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. ശക്തമായ ആക്രമണത്തിന് പ്രത്യാക്രമണം തന്നെ മറുപടി. പ്രത്യേകിച്ച് ഇറാന് മുറിവേറ്റിട്ടുണ്ട്. ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 നേതാക്കൾ, അവരുടെ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞർ. അങ്ങനെ എന്തിനാണ് ഉദ്ദേശിച്ചത് അത് കൃത്യമായി കൊണ്ടിട്ടുണ്ടെന്ന് ആയത്തുള്ള അലി ഖംനയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അങ്ങനെ ഒരു പിന്മാറ്റത്തിന് ഇനി അങ്ങനെ ഒരു സാഹചര്യമുണ്ടോ? ഏത് വിധേനയാണ് വിലയിരുത്തലുകൾ വരുന്നത്? ശ്രീജ, എന്തായാലും അത്തരത്തിലൊരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഖമേനിയുടെ ആ ഒരു പ്രസ്താവന തന്നെയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ ദിവസം പോലും അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഒരു ഭീഷണി സ്വരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നടത്താൻ ഇറാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ ഇനി മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതേതെങ്കിലും തരത്തിൽ ഇനി മുന്നോട്ടുള്ള ചർച്ചകളെ പോലും അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത വരികയാണ്. കാരണം 6ാം ഘട്ട ചർച്ചകൾ നടക്കാനിരിക്കെ കൂടിയാണ് ഇപ്പോൾ സംഘർഷം രൂക്ഷമാകുന്നത്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ അനിശ്ചിതത്വത്തിലേക്കായി, അല്ലെങ്കിൽ അതിന് നടക്കാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്തു. ഇപ്പോൾ അഞ്ജന ശങ്കർ പറഞ്ഞതുപോലെ തന്നെ ഇനി ഈ സംഘർഷത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും മാറണമെങ്കിൽ ഒരുപക്ഷെ ഇറാൻ തന്നെ അതിന് മുൻകൈ എടുക്കണം. ഇറാൻ ഇത്തരത്തിൽ ഈ ആണവ കരാറുമായി മുന്നോട്ട് പോകാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു നിലപാട് അറിയിക്കണം. എങ്കിൽ
മാത്രമേ ഈ ഒരു സംഘർഷത്തിന് അയവ് വരൂ എന്നുള്ളതാണ് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. എന്തായാലും അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുമോ എന്ന് എനിക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ വലിയ ആക്രമണം തന്നെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകുന്നത്. ഒരു പക്ഷേ നമ്മൾ നേരത്തെ കരുതിയിരുന്നത് ഇസ്രായേൽ എന്ന രാഷ്ട്രം അവരുടെ ആയുധശേഷികൾ അവർ ഏത് തരത്തിലാണ് ആക്രമിക്കുന്നത് എന്നൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഗാസ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ആ രീതിയിൽ ഇറാനെ ആക്രമിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നു. ആ രീതിയിൽ അവർ ആക്രമിക്കുകയും ചെയ്തു. അവർ ലക്ഷ്യം വെച്ചതുപോലെ തന്നെ 13 ഇടങ്ങളിൽ അവർക്ക് ആക്രമണം നടത്താനും ഒപ്പം തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ കൊലപ്പെടുത്താനും സാധിച്ചു. ഒപ്പം തന്നെ ആണവ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. അത് സ്ഥിരീകരിച്ചില്ല എങ്കിൽ പോലും തന്നെ ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത് ആണവ ചോർച്ച ഉണ്ടായിട്ടുണ്ട്, അവിടെ കൃത്യമായി ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാൻ ഇത് കൃത്യമായി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രത്യാക്രമണം നടത്തിയത്. ആ പ്രത്യാക്രമണത്തിൽ ഇസ്രായേലിനും കനത്ത രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 60 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ജനവാസ മേഖലയിലാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. അവിടെ കൃത്യമായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ള ബങ്കറിലേക്ക് പോകേണ്ട സ്ഥിതിവിശേഷം. രാജ്യമെമ്പാടും സൈറനുകൾ മുഴങ്ങുന്നു. ഒരു തരത്തിലും കൂട്ടം കൂടാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകുന്നു. കനത്ത ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകാനാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശം. അങ്ങനെ ഇസ്രായേലും ഒരുപക്ഷെ ഈ ഒരു ആക്രമണത്തിൽ ഭയന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇനിയും ഇറാന്റെ ഭാഗത്തുനിന്നൊരു പ്രത്യാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു എന്നടക്കമുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. പലയിടങ്ങളിലും ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതീവ രൂക്ഷമാവുകയാണ്. ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സമാധാന ചർച്ചകൾ നടത്തുന്നതിന് വേണ്ടി മറ്റു രാജ്യങ്ങളുടെ ഇടപെടൽ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അതായത് നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അദ്ദേഹം നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഇസ്രായേലിലെ നിലവിൽ ഇറാന്റെ അറ്റാക്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു സമാധാനം പുനഃസ്ഥാപിക്കണം, ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം എന്നുള്ള നിർദ്ദേശം മറ്റു രാജ്യങ്ങൾ കൂടി മുന്നോട്ട് വെക്കുന്നു. പക്ഷേ ഇരു രാജ്യങ്ങളും അതിന് തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത്. കാരണം ഐക്യരാഷ്ട്രസഭയിൽ ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പങ്കുവച്ചത് സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇനി ആക്രമണവും പ്രത്യാക്രമണവും തുറന്നു തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ രാജ്യങ്ങളുടെയും തീരുമാനമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ടെലവീവിലും ഒപ്പം തന്നെ ജെറുസലേമിലും സെൻട്രൽ ഇസ്രായേലിലുമാണ് കനത്ത നാശനഷ്ടം ഇറാന്റെ ആക്രമണത്തിലൂടെ ഉണ്ടായത്. അതേസമയം ടെഹ്റാനിൽ വീണ്ടും ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്നു. 200ഓളം ജെറ്റ് വിമാനങ്ങൾ ഇറാന്റെ വ്യോമപാതയ്ക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വ്യോമപാത കഴിഞ്ഞ ദിവസം തന്നെ ഇറാൻ അടച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി യാത്രാ വിമാനങ്ങൾക്ക് തടസ്സം നേരിട്ടിരുന്നു. കഴിഞ്ഞ ദിവസം 16ഓളം എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ, ഇന്ത്യയെ സംബന്ധിച്ച് എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ 16ഓളം വഴിതിരിച്ചു വിടുകയും ഒപ്പം തന്നെ തിരിച്ചു വിളിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ട്. സമാന സാഹചര്യം ഇന്നുമുണ്ട്. വഴിതിരിച്ചു വിടാനുള്ള ഒരു രീതിയിലേക്കാണ് വിമാന കമ്പനികൾ മുന്നോട്ട് പോവുകയും ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. അതേസമയം ഇറാന്റെ സൈനിക മേധാവി ഇത്തരത്തിൽ UK വിദേശകാര്യ മന്ത്രിയുമായി ചില കാര്യങ്ങൾ വിശദീകരിച്ചു. അവർ കൂടിയാലോചനകൾ നടത്തി, ഫോണിൽ മുഖേന ബന്ധപ്പെട്ടുവെന്നടക്കമുള്ള വാർത്തകൾ കൂടി ഈ ഘട്ടത്തിൽ CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ UK അറിയിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം നേരത്തെ UK-ക്കും ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങൾക്കും ഒക്കെ തന്നെ ഇസ്രായേലിന്റെ ഈ ഒരു നിലപാട്, അതായത് ഗാസയുമായി ബന്ധപ്പെട്ടുള്ള നിലപാടിൽ വലിയ വിയോജിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഇറാൻ മറ്റു രാജ്യങ്ങളിലെ പിന്തുണ ഈ ഒരു സന്ദർഭത്തിൽ തേടുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഇരു രാജ്യങ്ങളും ഒരു തരത്തിലും സംയമനം പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. മറ്റു രാജ്യങ്ങളുടെ ഇടപെടലുണ്ടാകുന്നു. US-ന്റെ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതിൽ ഈ സംഘർഷം അവസാനിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യം. അതായത് അതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്ക ഉണ്ട് എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. അതിന് തങ്ങളുടെ സൈനികർക്ക് അതിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് US ആവർത്തിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാൻ, അതായത് അമേരിക്കൻ പൗരന്മാരെയോ
താവളങ്ങളെയോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇറാൻ ലക്ഷ്യം വെച്ചാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ ഭയാനകരമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടെ US മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. തീർച്ചയായും MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. ഇസ്രയേൽ വളരെ വളരെ സജ്ജമായാണ് ഈ ആക്രമണത്തിന് മുതിർന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. വർഷങ്ങളായി അവർ ഇറാന്റെ ആണവ പദ്ധതികളെ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ആ ആണവ പദ്ധതികൾ ഏത് വിധേനയും തകർക്കാനുള്ള തയ്യാറെടുപ്പും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇറാനിലേക്ക് നുഴഞ്ഞു കയറി ആ ആണവ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നവരെ, ആണവ നിലയങ്ങൾക്ക് നേരെ, ഒപ്പം രാജ്യത്തിൻ്റെ സൈനിക ശക്തിയുടെ തലപ്പത്ത് നിൽക്കുന്നവരെയൊക്കെ കൃത്യമായി ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാന് തിരിച്ച് താരതമ്യേന പിന്തുണ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇറാനെ പിന്തുണയ്ക്കുന്നവർ ദുർബലരായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്ര നാൾ ഈ സംഘർഷം അങ്ങനെ നീണ്ടുപോകും എന്നതാണ് അതിലേറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. വിശദമായ വിവരങ്ങളാണ് MG മിഥുൻ നൽകിയത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താനുള്ള പരിശോധന തുടരുകയാണ്. ഇന്നലെ കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സും ഡിജിറ്റൽ വീഡിയോ റെക്കോർഡറും വിശദമായി പരിശോധിക്കും. DNA പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരണം തുടരുകയാണ്. പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിതയുടെ സഹോദരൻ രതീഷ് ഇതിനിടെ അഹമ്മദാബാദിലെത്തി. രതീഷിന്റെ DNA സാമ്പിളും ശേഖരിക്കും. ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നഷ്ടപരിഹാര വിതരണമാണ് അഹമ്മദാബാദ് അപകടത്തെ തുടർന്ന് നടക്കാൻ പോകുന്നത്. മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് 1 കോടി രൂപ വീതം എയർ ഇന്ത്യ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചെങ്കിലും 1000 കോടിയോളം നഷ്ടപരിഹാരമായി വിതരണം ചെയ്യേണ്ടി വരുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഇതിനിടെ അപകടത്തിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ചില വ്യക്തികൾ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിട്ടുമുണ്ട്. മരിച്ചവരുടെ കുടുംബത്തിന് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം. തകർന്ന മെഡിക്കൽ കോളേജ് കെട്ടിടം പുതുക്കി നിർമ്മിക്കും. ഇതാണ് എയർ ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അപകടത്തിന്റെ തീവ്രത വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് ക്ലെയിമുകളും ഉയർന്നേക്കും. ഇൻഷുറൻസ് ക്ലെയിമുകൾ ഏതാണ്ട് 1000 കോടിയോളം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. വിമാന അപകടങ്ങളിൽ മരണമോ പരിക്കോ സംഭവിച്ചാൽ വിമാന കമ്പനികളുടെ ബാധ്യത കണക്കാക്കുന്നത് ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ള 1999 മോൺട്രിയൽ ഉടമ്പടി പോലുള്ള അന്താരാഷ്ട്ര ഉടമ്പടികൾ അനുസരിച്ചാണ്. ഈ ഉടമ്പടി പ്രകാരം വിമാന കമ്പനികൾ നഷ്ടപരിഹാരം നൽകാൻ ബാധ്യസ്ഥരാണ്. അപകട കാരണം വിമാന കമ്പനികളുടെ അശ്രദ്ധയാണെന്ന് തെളിഞ്ഞാൽ നഷ്ടപരിഹാരം ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഉയരും. ഇടക്കാല നഷ്ടപരിഹാരം എയർലൈൻ കമ്പനി പ്രഖ്യാപിച്ചേക്കാമെങ്കിലും യാത്രക്കാർക്കുള്ള അന്തിമ നഷ്ടപരിഹാരം മോൺട്രിയൽ ഉടമ്പടി വ്യവസ്ഥകൾ പ്രകാരമായിരിക്കും. $20 ബില്യൺ ആഗോള വ്യോമയാന ഇൻഷുറൻസ് പദ്ധതിക്ക് കീഴിൽ എയർ ഇന്ത്യ തങ്ങളുടെ എല്ലാ വിമാനങ്ങളും ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 2 വിഭാഗങ്ങളായി തിരിച്ചാണ് ഈ പാക്കേജ് എടുത്തിരിക്കുന്നത്. ഒന്ന്, വിമാനത്തിനുണ്ടാകുന്ന കേടുപാടുകൾക്കുള്ള ഹൾ ഇൻഷുറൻസ്. മറ്റൊന്ന്, നിയമപരമായും യാത്രക്കാരുടെ ക്ലെയിമുകൾക്കും വേണ്ടിയുള്ളത്. അപകടത്തിൽപ്പെട്ട ഡ്രീം ലൈനറിന് മോഡൽ, പഴക്കം എന്നിവ ആശ്രയിച്ച് മൂല്യം $211 മില്യൺ മുതൽ $280 മില്യൺ വരെയാകാം. എന്നാൽ ഏതെങ്കിലും ഒരു ഇൻഷുറൻസ് കമ്പനിക്ക് മാത്രം ഈ ബാധ്യത ഏറ്റെടുക്കേണ്ടി വരില്ല. ആദ്യ ഇൻഷുറൻസ് കമ്പനി ലണ്ടൻ, ന്യൂയോർക്ക് പോലുള്ള അന്താരാഷ്ട്ര വിപണികളിൽ ഇത് റീ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ഇതുവഴി ആഗോള റീ ഇൻഷുറൻസ് കമ്പനികൾക്കിടയിൽ ബാധ്യത ഭാഗിക്കപ്പെടും. 1.5% മുതൽ 2% വരെ ബാധ്യതയാണ് റീ ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാവുക. പ്രധാന ഇൻഷുറൻസ് കമ്പനി 10 മുതൽ 15% ബാധ്യത ഏറ്റെടുക്കേണ്ടി വരും. മരണപ്പെട്ട യാത്രക്കാരന്റെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിൽ, അവസാനം വാങ്ങിയ ശമ്പളം, പൊതുവായ സാമ്പത്തിക സ്ഥിതി എന്നിവയടക്കം പരിഗണിച്ചുകൊണ്ടായിരിക്കും നഷ്ടപരിഹാരം കണക്ക് കൂട്ടുക. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ എയർ ഇന്ത്യയുടെ വിമാനങ്ങളെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പുറത്തുവരുന്നത് കെടുകാര്യസ്ഥതയുടെ വിവരങ്ങളാണ്. രാജ്യത്ത് പഴക്കം ചെന്ന വിമാനങ്ങൾ പറത്തുന്നതിൽ 1ാം സ്ഥാനത്ത് എയർ ഇന്ത്യ തന്നെയാണ്. കഴിഞ്ഞ 2 വർഷത്തിനിടെ മാത്രം എയർ ഇന്ത്യ ഇത്തരത്തിൽ നേരിട്ടത് നിരവധി നടപടികളും പിഴയുമാണ്. നഷ്ടത്തിൽ മുടിഞ്ഞ എയർ ഇന്ത്യയെ ലാഭത്തിലാക്കുമെന്ന് പറഞ്ഞാണ് ടാറ്റ കമ്പനി ഏറ്റെടുത്തതെങ്കിലും DGCAയുടെ തല്ലുകൊള്ളാനേ എയർ ഇന്ത്യക്ക് നേരമുണ്ടായിട്ടുള്ളൂ. വലിയ നഷ്ടത്തിൽ പോയിരുന്ന എയർ ഇന്ത്യയെ ലാഭത്തിലെത്തിക്കുമെന്ന് പറഞ്ഞാണ് ടാറ്റ ഏറ്റെടുക്കുന്നത്. എന്നാൽ രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നാലെ പുറത്തു വരുന്നത് കെടുകാര്യസ്ഥതയുടെ ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങൾ. രാജ്യത്ത് പറക്കുന്ന പഴക്കമേറിയ വിമാനങ്ങളിൽ 43 എണ്ണം എയർ ഇന്ത്യയുടേതാണ്. പഴക്കമേറിയ വിമാനങ്ങൾ പറത്തുന്ന കാര്യത്തിൽ
എയർ ഇന്ത്യയാണ് ഒന്നാമത്. ഇതിനു പുറമെ വിമാനത്തിന്റെ പ്രവർത്തനത്തിലെ വീഴ്ച, സുതാര്യതയില്ലായ്മ, കോക്പിറ്റിലെ അച്ചടക്കമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളിൽ കഴിഞ്ഞ 2 വർഷത്തിൽ DGCA എടുത്ത നടപടികൾ ഇപ്പോൾ ചർച്ചയാവുകയാണ്. അപമര്യാദയായി പെരുമാറിയ യാത്രക്കാരനെ കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ചയിൽ $35,000 2023 ജനുവരിയിൽ എയർ ഇന്ത്യ പിഴയൊടുക്കേണ്ടി വന്നത്. തൊട്ടടുത്ത മാസം വിമാനത്തിന്റെ കോക്പിറ്റിൽ സുഹൃത്തിനെ കയറ്റിയതിന് പൈലറ്റിനെ 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതേ വർഷം ജൂണിൽ ഡൽഹിയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോയ വിമാനം എഞ്ചിൻ തകരാർ കാരണം കിഴക്കൻ റഷ്യയിൽ ഇറക്കേണ്ടി വന്നു. പിന്നീട് 2024 ജൂലൈ മാസം ഇതേ റൂട്ടിൽ വീണ്ടും വിഷയമുണ്ടായി. അന്ന് കാർഗോ ഹോൾഡ് ഏരിയയിലായിരുന്നു പ്രശ്നം. പൈലറ്റുമാർക്ക് വിശ്രമം നൽകാതെ ജോലിക്ക് നിയോഗിച്ചതിന് 80 ലക്ഷം രൂപ എയർ ഇന്ത്യ DGCAക്ക് പിഴയൊടുക്കേണ്ടി വന്നത് 2024 മാർച്ചിലാണ്. 2025 ആവശ്യമായ ടേക്ക് ഓഫുകളും ലാൻഡിങ്ങുകളും പൂർത്തിയാക്കാത്ത പൈലറ്റിനെ പറക്കാൻ അനുവദിച്ചതിന് 30 ലക്ഷം രൂപ പിഴയടക്കേണ്ടി വന്നു. സ്വകാര്യവൽക്കരിച്ചിട്ടും എയർ ഇന്ത്യയുടെ അവസ്ഥയ്ക്ക് മാറ്റമില്ലെന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നിൽ ഈ കെടുകാര്യസ്ഥതയാണെങ്കിൽ എയർ ഇന്ത്യ വലിയ വില കൊടുക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഒരിടെ അഹമ്മദാബാദ് വിമാനാപകടത്തോടെ വിമാനയാത്രയ്ക്ക് ഭീഷണിയാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകൾ ഉയരുകയാണ്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വലിയ പക്ഷിശല്യമാണ്. വലിയ ശബ്ദത്തോടെ പടക്കം പൊട്ടിച്ചാണ് പലപ്പോഴും ഈ പക്ഷിക്കൂട്ടത്തെ പറപ്പിക്കുന്നത്. പക്ഷികൾ കൂട്ടത്തോടെ വന്നതിനാൽ വിമാനം തിരിച്ചിറക്കേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നും അധികൃതർ പറയുന്നു. പൈലറ്റുമാർ നേരിടുന്ന പ്രതിസന്ധികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ പക്ഷികൾ വിമാനത്തിലിടിക്കുകയും അതിനെ തുടർന്നുണ്ടാകുന്ന അപകടങ്ങളും എല്ലാം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ്. ഇവിടെ താരതമ്യേന തിരുവനന്തപുരം വിമാനത്താവളത്തിനേക്കാളും താരതമ്യേന പക്ഷികൾ കാരണമുണ്ടാകുന്ന, പക്ഷികൾ വിമാനത്തിലിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ കുറവാണ്. എങ്കിൽ പോലും പലപ്പോഴും ഈ കൂട്ടത്തോടെ എത്തുന്ന ഈ ദേശാടന പക്ഷികളായിക്കോട്ടെ, അല്ലെങ്കിൽ ചെറിയ പക്ഷികൾ റൺവേയിൽ ഇരിക്കുന്നതുമൊക്കെ അപകടം ഉണ്ടാകാറുണ്ട്. പലപ്പോഴും വിമാനങ്ങൾ തിരിച്ചിറങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് സിയാൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ ഇവിടെ കേൾക്കാൻ കഴിയും. ഒരു 5 മിനിറ്റ് ഇടവിട്ട് വലിയ ശബ്ദത്തിൽ പടക്കം പൊട്ടിച്ചാണ് ഇവർ ഈ പക്ഷികളെ ഇവിടെ നിന്ന് ഓടിക്കുന്നത്. അതിന്റെ ശബ്ദമൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കേൾക്കാറുണ്ട്. അതിനുവേണ്ടി കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആളുകളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. അവരാണ് ഓരോ ഇടവേളകളിലും ഇത്തരത്തിൽ വലിയ ശബ്ദത്തിലുള്ള പടക്കം പൊട്ടിച്ചുകൊണ്ട് പക്ഷികളെ ഇവിടെ നിന്ന് പറത്തി വിടുന്നത്. പ്രത്യേകിച്ചും ഈ വിമാനം വന്നിറങ്ങുന്ന സമയങ്ങളിലാണ് അതിൽ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കഴിയുന്നതും. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെ സംബന്ധിച്ച് ഈ പക്ഷികൾ, ദേശാടന പക്ഷികൾ വരുന്നതും ഈ ചെറിയ പക്ഷികൾ റൺവേയിൽ ഇരിക്കുന്നതുമൊക്കെയാണ് പലപ്പോഴും പ്രതിസന്ധിയായി വരാറുള്ളതെന്നാണ് സിയാൽ അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ അപകടങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നത് വലിയൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യം കൂടി തന്നെയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിലാണ് താരതമ്യേന കുറച്ചുകൂടി കൂടുതൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കൂടി അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. രാവിലെ ഇതോടെ പൂർണ്ണമാവുകയാണ്. വാർത്തകൾ വളരെ ചൂടുപിടിക്കുന്ന ഒരു ദിവസമാണ്. എല്ലായിടത്തു നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് വരാനുള്ളത്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ സംഘർഷഭീതി, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ആവേശം, അങ്ങനെ വാർത്തകൾ കൊണ്ട് നിറയുന്ന ദിവസം. സുരക്ഷിതരായിരിക്കുക. മഴ ശക്തമായി പെയ്യാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കാറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും രാവിലെയിൽ നാളെ കാണാം. ഇനി ന്യൂസ് ട്രെൻഡ്സ്.